കൊച്ചു പെൺകുട്ടികൾ ഉൾപ്പെടെ ഇതര സമുദായത്തിലെ സഹോദരങ്ങളോടൊപ്പം പ്രണയം വെച്ചുകൊണ്ട് പോകുന്ന ഒരു കാലഘട്ടത്തിലേക്ക് ഈ ലോകം എത്തിപ്പെടുകയാണ്. ഇതര സമുദായം എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇതര സമുദായത്തിലെ സഹോദരങ്ങൾ മാത്രമല്ല, മുസ്ലിം സമുദായത്തിലെ തന്നെ അവൾ കന്യനാകുന്ന സഹോദരങ്ങളുമായി പ്രേമബന്ധം പാടില്ല, അത്തരത്തിലുള്ള ഒരു ബന്ധവും പാടില്ല. ഇത് ശരീഅത്ത് ശക്തമായി എതിർത്ത വസ്തുതയാണ്. ഇന്ന് സമൂഹം എവിടെ എത്തിപ്പോയി? ദാരിദ്ര്യത്തിലേക്ക് ജനങ്ങൾ എത്തിപ്പെടാനുള്ള മർമ്മപ്രധാനമായ ഒരു കാരണം വ്യഭിചാരമാണ്. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ദാരിദ്ര്യം മാറൂല. മക്കൾ വഴിപഴച്ചാൽ വാപ്പ എത്ര കഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാലും ദാരിദ്ര്യം അല്ലാഹു മാറ്റും. രക്ഷിക്കട്ടെ. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ഒരു സഹോദരൻ എന്നോട് പറയുകയുണ്ടായി നേരിട്ട്, ഉസ്താദേ, കരുനാഗപ്പള്ളിയിലുള്ള ഒരു മുസ്ലിം സഹോദരി, തന്റെ പ്രിയപ്പെട്ട ഭർത്താവ് ഗൾഫിലാണ്. ആ സഹോദരി നേരെ വന്ന ഒരു കടയിൽ വന്നിരുന്നുകൊണ്ട് ജ്യൂസ് കുടിക്കുന്നു. തന്നോടൊപ്പം ഒരു പ്രിയപ്പെട്ട മകളുമുണ്ട്, സ്വന്തം മകളുമുണ്ട്. ആ കൊച്ചുകുട്ടിയുടെ കയ്യിലേക്ക് വാപ്പ ഫോൺ വിളിച്ചപ്പോൾ കൊടുത്തിട്ട് പറയുന്നു, വാപ്പ ചോദിച്ചു, മോളെ ഇപ്പൊ എവിടാന്ന് ചോദിക്കാൻ. ഈ തൊട്ടടുത്ത് ഈ ചെറുക്കൻ ഇയാൾ കേൾക്കണം. എവിടാന്ന് ചോദിക്കുമ്പോ മോളെ കൊണ്ട് പറയിക്കുക, നമ്മുടെ വീട്ടിലുണ്ട് ഉമ്മ ഖുർആൻ ഓതുകയെന്ന് പറയാൻ. അങ്ങനെയുണ്ട്. ഇതൊക്കെ നമ്മൾ തന്നെ പറയുള്ളൂ, കാരണം നമുക്കിപ്പോ ഇവിടുത്തെ ചലനങ്ങൾ മൊത്തത്തിൽ അറിയാമല്ലോ. അതുകൊണ്ട് ഞാൻ തന്നെ വേണ്ട ഇത് പറയാൻ. അല്ലാഹു നമ്മളെ സാലിഹ്യം ഉൾപ്പെടുത്തട്ടെ. ഉമ്മ പറഞ്ഞു കൊടുക്കാണ് മോളോട്, കൊച്ചുകുട്ടിയാണ്, 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന ആ ഒരു ഏജ് ഉള്ളതാകുന്ന കൊച്ചുകുട്ടിയോട് ഒരു ഉമ്മ വന്നുകൊണ്ട് ജ്യൂസ് കടയിലിരുന്നിട്ട് ഉമ്മ പറഞ്ഞു കൊടുക്കാൻ. ഇന്ന് ഈ സദസ്സിൽ ഒരു പക്ഷേ ആ സഹോദരി ഉണ്ടാകും. തൗബ ചെയ്യാൻ അല്ലാഹു അവർക്ക് ഇതുകൊണ്ട് നിദാനമാക്കുമാറാവട്ടെ. ഭർത്താവിനെ കബളിപ്പിക്കുന്നവർ അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. പലർക്കും ഒരു ആശങ്കയുണ്ട്. എപ്പോഴും പറയും, വലിയമാരെപ്പോ അത് തുടങ്ങിയാലും പെണ്ണുങ്ങളെ കുറ്റം പറിച്ചില്ല. പറയാതിരിക്കാൻ അങ്ങനെ സാധിക്കും. ഇതുപോലുള്ള സംഗതികൾ നടക്കല്ലേ. ഇത് മാറിക്കഴിഞ്ഞാൽ ഓക്കെ, പരിപാടി നിർത്തി, അതിനാവശ്യമില്ല, പിന്നെ പെട്ടി മടക്കിയാൽ മതി. ഇതിപ്പോഴും നമ്മുടെ സമൂഹത്തിൽ നടക്കല്ലേ? സ്വന്തം ഭർത്താവ് തന്റെ പ്രിയപ്പെട്ടതാകുന്ന ഭാര്യയ്ക്ക് വേണ്ടി, മക്കൾക്ക് വേണ്ടി, കുടുംബത്തിന് വേണ്ടി പ്രവാസ ലോകത്ത് പോയി കഷ്ടപ്പെട്ടുകൊണ്ട് പ്രയാസം അനുഭവിക്കുമ്പോ അദ്ദേഹത്തിന്റെ ചോര നീരാക്കിക്കൊണ്ട് പണം തന്റെ പ്രിയപ്പെട്ട ഭാര്യയ്ക്ക് ട്രാൻസ്ഫർ മുഖേന ഫെഡറൽ ബാങ്കിൽ ഇട്ട് കൊടുക്കുമ്പോ ആ ബാങ്കിൽ പോയി പണമെടുക്കാൻ വേണ്ടി ഇതര സമുദായത്തിലെ സഹോദരന്റെ ഓട്ടോയിൽ കയറി അവരുമായി കിന്നാരം പറഞ്ഞ് അവന്റെ കൂടെ പോയി ആ പണമെടുത്തിട്ട് അവരുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്ന എത്ര സഹോദരിമാരുണ്ട്. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. പറയേണ്ടവര് നന്നാവണ്ടേ. എന്നാൽ സ്വന്തം ഭർത്താവ് പ്രവാസ ലോകത്താണെന്ന് മനസ്സിലാക്കി ദീനി ബോധത്തോടുകൂടി ആ ഭർത്താവിന് വേണ്ടി പൊട്ടിക്കരഞ്ഞുകൊണ്ട് പാതിരാത്രി സമയത്ത് തഹജ്ജുദ് നമസ്കരിച്ചിട്ട്, അല്ലാഹുവേ, അല്ലാ എന്റെ ഭർത്താവിന് നീ ആഫിയത്ത് കൊടുക്കണേ, അല്ലാ ദീർഘായുസ്സ് നൽകണേ, അല്ലാ എല്ലാ വിഷമങ്ങളെ പ്രയാസങ്ങളെ മാറ്റണേ, അല്ലാ ദുരിതങ്ങൾ നീ മാറ്റിക്കൊടുക്കണേ, അല്ലാ എന്ന് ദുആ ചെയ്യുന്ന സാലിഹത്തുകളാകുന്ന ഭാര്യമാരില്ലയോ? അതുമുണ്ട്. അതും നമ്മുടെ നാട്ടിലുണ്ട്. അവർക്ക് പോലും മോശത്തരം വരുത്തുന്നതാകുന്ന സഹോദരിമാർ അല്ലാഹു കാക്കട്ടെ. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, തന്റെ പ്രിയപ്പെട്ടതാകുന്ന മകളെ, തന്റെ ജീവനാകുന്ന പ്രിയപ്പെട്ട പൊന്നുമോളെ കൈക്ക് പിടിച്ചുകൊണ്ട് നാളെ കോടതിയിലേക്ക് കൊണ്ടുവരുന്നത് പോലെ തന്നെ പ്രിയപ്പെട്ട മക്കളെ കമ്പോളത്തിലേക്ക് കൊണ്ടുവന്ന് വ്യഭിചാരശാലകളിലേക്ക് കൊണ്ടുവന്ന് എന്റെ ഈ പൊന്നുമോളുടെ തൂക്കത്തിന്റെ അളവിന് പ്രകാരം എനിക്ക് ആഹാരം നൽകിയാൽ ഈ പൊന്നുമോളെ എന്ത് ആവശ്യത്തിന് വേണം നൽകാമെന്ന് വാപ്പ പറയുന്ന കാലഘട്ടം കാണാതെ ലാ തഖൂമു സാഅ ലോകാവസാനം ഉണ്ടാവുകയില്ല എന്ന് ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. എവിടേക്കാണ് പോയിരിക്കുന്നത്? ഇതും ലോകത്തിന്റെ അവസാനത്തിന്റെ അടയാളമാണ്. ബഹുമാനപ്പെട്ട ഇമാം മഹ്ദി റളിയല്ലാഹു അൻഹു കടന്നു വരുമ്പോ ഈ ലോകത്ത് വല്ലാത്ത അരക്ഷിതാവസ്ഥ. അതെങ്ങനെയാണ്? സാമ്പത്തിക പരാധീനത മാത്രമല്ല, വ്യഭിചാരം വല്ലാതെ അധികരിക്കുമെന്നും സയ്യിദുനാ റസൂലുള്ളാഹി യക്സുറു സിന വയക്സുറു ഔലാദു സിന ശഫീഉനാ റസൂലുള്ളാഹി. വ്യഭിചാരം അധികരിക്കും, വ്യഭിചാരത്തിലൂടെയുള്ള സന്താനങ്ങൾ അധികരിക്കും. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. അപ്പൊ ഏതാണ് ഉമ്മ അറിയാതാണ് എന്നറിയാൻ പറ്റാത്തൊരു സാഹചര്യം. എത്രത്തോളം ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ ഓർമ്മപ്പെടുത്തുകയാണ്, ലാ തഖൂമു സാഅ ഹത്താ തുജദൽ മർഅതു ജഹാറൻ നിഹാറാ തുൻകഹു വസ്തതരി ലാ യുൻകിറു അഹദാ വലാ യുഗയ്യിറുഹു
ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ പ്രിയപ്പെട്ട അനുയായികൾക്ക് ഓർമ്മപ്പെടുത്തുകയാണ്, ഈ ലോകം അവസാനിക്കുകയില്ല സാബ, ഈ ലോകം നശിക്കുകയില്ല സാബ. ഒരു കാലഘട്ടം കാണാതെ, ഏത് കാലഘട്ടം എന്നറിയുമോ? ഹത്താ ചൂദൽ മർഅതു ഹത്താ തൂജദൽ ബർഅതു ജഹാറൻ നിഹാറ. പരസ്യമായ സ്ത്രീകള് നടു റോഡിലേക്ക് പട്ടാപ്പകൽ കടന്നു വരുകയാണ്. തുൻകഹു വസ്തരീഖ്. സ്വന്തം ഭർത്താവല്ലാത്ത ഇതര സമുദായത്തിലെ സഹോദരങ്ങളോടൊപ്പം, ഇതര സമുദായത്തിലെ ചെറുപ്പക്കാരോടൊപ്പം ബൈക്കിലും കാറിലും അവർ റോഡിലൂടെ കറങ്ങി നടക്കുന്നത് കാണാതെ ലാ തഖൂമു സ്സാഅ, ലാ തഖൂമു സ്സാഅ. വ്യഭിചാരം പരസ്യമായി നടുറോഡിൽ നടക്കുന്നത് കാണാതെ ഈ ലോകം അവസാനിക്കുകയില്ല. സയ്യിദുനാ റസൂലുള്ളാഹി. ഇതൊക്കെ പ്രവാചകൻ പറയാണ്, ഇതൊക്കെ നടക്കാനിരിക്കുകയാണ്. ഇതൊക്കെ നടന്നു കഴിഞ്ഞിട്ടുമുണ്ട് ഒരു പരിധി വരെ സത്യത്തിൽ. കാരണം ഇന്ന് ഏറ്റവും വലിയ കച്ചവടം എവിടെയാ? ഒരാൾ റോഡിലൂടെ വന്നിട്ട് ഈ പെണ്ണിനെ വേണോടാ, കൊള്ളാമല്ലോ, എങ്ങനെയുണ്ട്, ബീസാണ്, റാഹത്താണോ നോക്ക്, അങ്ങനെയല്ലല്ലോ കച്ചവടം. ഇന്നെല്ലാം ഓൺലൈനാണ്, എല്ലാം ഓൺലൈനാണ്. ഇപ്പൊ കഴിഞ്ഞ ദിവസവും കിടക്കുന്നവരുണ്ട്. ഒരു കൊല്ലം മുമ്പുള്ള കഥ, രശ്മിയുടെയും പശുപാലന്റെയും കഥ. മറന്നോ അത് കഥ? ബായി മറന്ന ആ കഥ മറന്നേ? ഒരു കൊല്ലം മുമ്പ് കേരളം മുഴുവനും വലിയ ചർച്ച ചെയ്തതാകുന്ന കോലിളക്കം തെറ്റിച്ച ഒരു കഥയാണ്. അതിനൊരു കൊല്ലം മുമ്പ് ഫെമിനിസ്റ്റ്വാദികളും പുരോഗമനവാദികളും കടന്നു വന്നിട്ട് സദാചാര ഗുണ്ടായിസം ഞങ്ങൾ ഇവിടെ സമ്മതിക്കൂല എന്ന് പറഞ്ഞുകൊണ്ട് അവർ ഈ കേരളക്കര മുഴുവനും ചുംബന സമരം നിർത്തൂ. അതിന്റെ ലീഡർഷിപ്പ് വഹിച്ചിരുന്ന ആളായിരുന്നു പശുമാരനും അവന്റെ ഭാര്യ രശ്മിയും. 6 മാസം കഴിഞ്ഞതേയുള്ളൂ അവരാരാണെന്ന് ലോകം തിരിച്ചറിഞ്ഞു. കേരളം കണ്ട ഏറ്റവും വലിയ പെൺഭാണി റാക്കറ്റുകളുടെ, സെക്സ് റാക്കറ്റുകളുടെ 1-ാം നമ്പർ കണ്ണികളാണ്. 6 മാസത്തിനുള്ളിൽ അവരാരാണെന്ന് ലോകം തിരിച്ചറിഞ്ഞു. സദാചാരത്തിന്റെ ആളുകളാണോ അതല്ല ദുശക്തികളാണോ മോശപ്പെട്ടവരാണോ എന്ന് ലോകം തിരിച്ചറിഞ്ഞു. ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസം വാട്സാപ്പിലും ഫേസ്ബുക്കിലും കിടക്കുന്നു, രശ്മി ലോകത്തോട് വിളിച്ചു പറയുന്നു, എന്നെ വിഗ്നി അണിയിച്ചും എന്റെ ചെറിയതാകുന്ന വസ്ത്രങ്ങളൊക്കെ ഇടിയിച്ചും എന്നെ നഗ്നമാക്കപ്പെട്ട ഫോട്ടോകൾ ലോകത്ത് മുഴുവനും പ്രദർശിപ്പിച്ച് എന്നെ കച്ചവടച്ചരക്കാക്കി എന്നെ ഇല്ലാതാക്കിയത് എന്റെ ഭർത്താവ് പശുപാലനാണ്. അവള് ലോകത്തോട് വിളിച്ചു പറയും. ഇപ്പോഴാണ് നമുക്ക് വെളിപാടുണ്ടായത്. ഇതുവരെ നമുക്ക് വെളിപാടുണ്ടായില്ല. ആയിരക്കണക്കിന് ആളുകൾ അവരുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടപ്പോൾ ഇന്നും കേരളക്കരയിലുടനീളം ചർച്ചകൾ ലൈംഗിക രതിവേഴ്ചകളെ കുറിച്ചാണ്. പത്രമാധ്യമങ്ങൾ, ഒരു പത്രം എടുത്താൽ കാക്കാക്ക് ആദ്യം അറിയേണ്ടത് ഏതെങ്കിലും സരിതയുടെ വാർത്ത ഉണ്ടോന്ന് അറിയേണ്ടത്, വേഗം അങ്ങോട്ട് കണ്ണോടിക്കുക. നമ്മുടെ ഇത്താത്താടെ വാർത്ത ഉണ്ടോ നോക്കിയിട്ട് അങ്ങോട്ട് പോവാണ്. അള്ളാഹു നമ്മളെ കാക്കട്ടെ. വൈകുന്നേരം മിക്കവരും ഈ പത്രം വാങ്ങുന്നത് എന്താ? ബസ് സ്റ്റാൻഡിൽ പോയി പത്രം പ്രത്യേകം ബുക്ക് ചെയ്തേക്കുക. പ്രത്യേകം കാരണം എന്താ? ആദ്യം തന്നെ ഇതാ വല്ലതും ഉണ്ടോ നമ്മുടെ ഒന്നിച്ചു നോക്കട്ടെ, ഇത് വേണ്ടടേ തിരിച്ചു കൊടുത്തേക്കുക. അപ്പൊ അവൻ പറയില്ല, പൈസ 6 രൂപ, ഇത് തിരിച്ചു കൊടുത്തേക്ക്. കാരണം ഇതുണ്ടെങ്കിൽ ഓക്കെ, വായിക്കാനൊരു റാഹത്ത്. വിൽക്കുന്നവനും അങ്ങനെ തന്നെയാണല്ലോ, ചൂടൊപ്പം പോലെ ഇത് വിറ്റ് തീരും. അതുകൊണ്ട് ഇത് പറഞ്ഞിട്ടാണ് വിൽക്കുന്നത്. കാരണം അറിയാം എല്ലാവർക്കും എങ്ങനെയാണ് ഇതിനോടുള്ള ആഗ്രഹം എത്രത്തോളം. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാവട്ടെ. നമുക്കതിലേക്കുള്ള ആവേശം നമ്മുടെ മോശത്തരത്തിലേക്ക് എത്തിക്കും. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ഒന്ന് ചിന്തിച്ചു നോക്ക സഹോദരങ്ങളെ, ലോകത്തിന്റെ അവസ്ഥ എവിടെയാണ്? സ്വന്തം ഭാര്യയെ വിറ്റിട്ട് ആ ഭാര്യയെ കൊണ്ടുപോയി മറ്റുള്ളവർക്ക് പണയം വെച്ച് അവരെ കൊണ്ട് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുത്തിയിട്ട് അതിൽ നിന്ന് കിട്ടുന്ന 50,000 60,000 രൂപ കൊണ്ട് ഈ ദുനിയാവിൽ അടിച്ചു പൊളിക്കുന്നതാകുന്ന ഭർത്താക്കന്മാരുള്ള കാലഘട്ടം. നഊദു ബില്ലാഹ്, എത്ര വലിയ മോശമാണ്. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് എന്താണ്? അദ്ദുനിയാ കുല്ലുഹാ മതാ വ ഖൈറു മതാഇ ദുനിയാ അൽ മറതു സാലിഹാ. വെളുത്ത മണലുള്ള പാരാവാരം പോലെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആയിരക്കണക്കിന് പ്രിയപ്പെട്ട വിശ്വാസിനികളെ, ഒന്ന് ചിന്തിക്കണേ, ഉൾക്കൊള്ളണേ. അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചതെന്താണ്? ഈ ദുനിയാവ് മുഴുവനും വസ്തുക്കള്, എല്ലാ വസ്തുക്കളും മനുഷ്യൻ ആസ്വാദ വസ്തുക്കളാണ്. ആ ആസ്വാദ വസ്തുക്കളിൽ അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ച ഏറ്റവും വലിയ ആസ്വാദ വസ്തു അത് ഭാര്യയാണ്. അൽ മർഅതു സാലിഹാ, അൽ മർഅതു സാലിഹാ. സൽവൃത്തിയാകുന്ന ഭാര്യയാണ്. സ്വന്തം ഭാര്യയെ കൊണ്ടുപോയി കച്ചവടച്ചരക്കാക്കി ഓൺലൈൻ ബിസിനസ് നടത്തി 50,000-നെങ്കിൽ 50,000-ന് ഓക്കെ കൈകൊടുത്തുകൊണ്ട്
ആ ഭാര്യയെ വിറ്റിട്ട് അതിൽ നിന്ന് കിട്ടുന്ന പണം കൊണ്ടുവന്ന് തന്റെ ജീവിതത്തിൽ BMW എടുത്ത് രസിച്ചാലും എത്രയെത്ര നാകും നമ്പര ചുംബികളായ മണിമേടകൾ വെച്ച് ഉല്ലസിച്ചുകൊണ്ട് നടന്നാലും മനുഷ്യ നിനക്ക് തെറ്റുപറ്റി. ഈ ലോകത്തെ ഏറ്റവും വലിയ ആസ്വാദന വസ്തു അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിക്കുന്നത് അമ്പര ചുംബികളായ രമ്യഹർമ്മങ്ങളല്ല, മാളിക സൗധങ്ങളല്ല, BMW എന്ന മഹത്തായ വാഹനത്തെ കുറിച്ചല്ല. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നത് അൽ മർഅതു സാലിഹാ, സാലിഹായ ഭാര്യമാർ ആർക്കൊരുവനുണ്ടോ അവനാണ് ഏറ്റവും വലിയ വിജയി, അവൻ ഏറ്റവും വലിയ ആസ്വാദ വസ്തുവിനെ എത്തിച്ചുവെന്ന് ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമ്മുടെ ഭാര്യമാരെ അത്തരത്തിൽ സ്വാലിഹത്തുകളാക്കുമാറാവട്ടെ. ഉറക്കാമേം പറയുന്ന അല്ലാഹു സ്വാലിഹത്തുകളാക്കുമാറാവട്ടെ. ലോകത്ത് ഏറ്റവും വലിയതാകുന്ന ആസ്വാദ വസ്തു അതാണ്. ഇന്ന് മനുഷ്യനോ ആ ആസ്വാദ വസ്തുവിനെ വിറ്റിട്ട് അവളുടെ ശരീരം പണയം വെച്ചിട്ട് അതിൽ നിന്ന് കിട്ടുന്ന പണം കൊണ്ട് ജീവിക്കാൻ നോക്കുന്നു. എത്ര വലിയ ബുദ്ധിശൂന്യൻ, എത്ര വലിയ ബുദ്ധിശൂന്യത! ഈ ലോകത്തിന്റെ അവസ്ഥ ഒന്ന് ചിന്തിച്ചു നോക്ക്. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞില്ലയോ, ഹത്താ ഇന്നൽ മർഅ ലയഅശൽ മർഅ, ഒരു പുരുഷൻ ഒരു പെണ്ണുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുകയാണ്, വഴിയോരത്ത് വെച്ചുകൊണ്ട് രംഗപ്പെടുകയാണ്, ചുംബന സമരത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ബസ്സിൽ പോകുമ്പോ, ട്രെയിനിൽ പോകുമ്പോ തൊട്ട് മുന്നിലുള്ള സീറ്റിൽ എത്രയോ കാമുകമാര് പരസ്പരം ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നില്ലയോ? ഇത് വെറുതെ കുമ്മനം ഉസ്താദ് പറയുകയല്ല. നിങ്ങൾ വൈകുന്നേര സമയമാകുമ്പോ നമ്മുടെ നാഷണൽ ഹൈവേയിലൂടെ കാസർഗോഡേക്ക് പോകുന്ന, ബാംഗ്ലൂരിലേക്ക് പോകുന്ന എയർ കണ്ടീഷൻ ബസ്സുകളിലേക്ക് ഒന്ന് കയറി നോക്കണേ. നഊദു ബില്ലാഹ്. എത്രയോ ബസ്സുകളാണ് പാതിരാത്രി സമയത്ത് സർവരും അർദ്ധനഗ്നനായി ഉറങ്ങിക്കഴിയുമ്പോ, സർവരും പകുതി മയക്കത്തിലേക്ക് പോയി കഴിയുമ്പോ നല്ല റാഹത്തായ നിലയിൽ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്ന എത്രയെത്ര പഠിതാക്കളാണ് ഉള്ളത്. അവരൊരാൾ തന്നെ കാസർഗോഡേക്ക് പോകുന്നവരാണ്, രണ്ടുപേരും ഒരുപക്ഷെ കാസർഗോഡേക്ക് പോകുന്നതാണ്, ഒരേ കലാലയത്തിൽ പഠിക്കുന്നവരാണ്. പക്ഷേ ഒരാള് തിരുവനന്തപുരത്ത് നിന്ന് കയറിയതാണ്, പെണ്ണ് ആലപ്പുഴയിൽ നിന്ന് കയറിയതാണ്. രണ്ടുപേരും അതുവരെ ബന്ധമില്ല. അല്പനേരം രണ്ടുപേരും വർത്തമാനം പറയുന്നു, പിന്നീട് അവർ ഉറങ്ങുകയാണ്. കാസർഗോഡേക്ക് എത്തുമ്പോ രണ്ടുപേരും ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ്. രണ്ടുപേരും ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞിട്ടാണ് ഇറങ്ങിപ്പോകുന്നത്. ഇതെന്ന സമൂഹത്തിൽ നഗ്നമായ സത്യമാണ്. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. എത്ര ബസ്സുകൾ നിങ്ങൾ പരിശോധിച്ചു നോക്ക്, കാര്യം ശ്രദ്ധിക്കുന്നു. അതിനുവേണ്ടി എല്ലാ സൗകര്യങ്ങളും. ബാംഗ്ലൂരിൽ നിന്നൊക്കെ ചില ബസ്സുകൾ ഇതിനു വേണ്ടി തന്നെയുണ്ട്. രണ്ടുപേരുടെ ടിക്കറ്റ് എടുത്താൽ മതി, അയാളെ ആറെ ഇപ്പുറത്ത് റെഡിയാക്കി കൊടുക്കും. രാവിലെ സുബഹി വരെ റാഹത്ത്, വർത്താനം പറഞ്ഞിരിക്കാം, കൊച്ചു വർത്തമാനം. അടുത്ത വണ്ടിക്ക് തിരിച്ചിങ്ങോട്ട് പകല് പോരുകയും ചെയ്യാം. കാര്യങ്ങളൊക്കെ സാധിച്ചു. ഈ ലോകത്തിന്റെ പോക്കെവിടെയാണ്? നമ്മൾ പലപ്പോഴും പല ആളുകളെ പിടിക്കപ്പെടുമ്പോ നമ്മൾ ചിന്തിക്കും, സുബ്ഹാനല്ലാഹ്, ഇതെന്താ ഇവിടെ ഇങ്ങനെ സംഭവിച്ചു? ഇത്ര അടുത്ത് ഇവിടെയോ, ഈ വീട്ടിലോ? നമ്മുടെ തൊട്ടപ്പുറത്ത് അയൽവക്കത്ത് നടക്കുന്ന സംഭവമാണ്. നമ്മൾ അപ്പോഴാണ് അറിയുക 4 മാസം 5 മാസങ്ങൾക്ക് ശേഷം. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. പതിവ്രതയായി ജനങ്ങളുടെ മുന്നിൽ ചമഞ്ഞു നടക്കുന്നതാകുന്ന ആളുകളിൽ പോലും ഇത്തരത്തിലുള്ള മോശപ്പെട്ട പ്രവണതകൾ കണ്ടുവരുന്നു. അതുകൊണ്ടാണ് ഇത് ഓർമ്മപ്പെടുത്തുന്നത്. അല്ലാഹു നമ്മളെ സാലിഹ്യം ഉൾപ്പെടുത്തുമാറാവട്ടെ. ഒരു പെണ്ണുമായി തനിച്ചിരിക്കാൻ പോലും പാടില്ല എന്ന് പഠിപ്പിച്ച മതമാണ് പരിശുദ്ധ ശരീഅത്തുൽ ഇസ്ലാം. പഠിക്കണം. ആ വിഷയത്തിലേക്ക് തിരിച്ചു വരികയാണ്. ഒരു പെണ്ണുമായി തനിച്ചിരിക്കാൻ പാടില്ല എന്ന് പോലും പഠിപ്പിച്ച മതമാണ് പരിശുദ്ധ ശരീഅത്തുൽ ഇസ്ലാം. ഒരു പെണ്ണ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അന്യ പെണ്ണ്, സ്വന്തം ഭാര്യയായിട്ടല്ല. അവരുമായിട്ടാണ് ഏറ്റവും കൂടുതൽ ഇരിക്കേണ്ടത്. നമ്മളതാ ചെയ്യാത്തത്. അവരുടെ കൂടെയാണ് ഏറ്റവും കൂടുതൽ സമയം എടുക്കുന്നത്. ഏറ്റവും കൂടുതൽ തമാശയും സല്ലാപവും പറയേണ്ടത് ആരുടെ കൂടെ? സ്വന്തം ഭാര്യയുടെ അടുക്കൽ. നർമ്മ സല്ലാമങ്ങൾ പറഞ്ഞ് അവരുമായി കൊച്ചു വർത്തമാനങ്ങൾ പറയണം. അത് ശരീഅത്ത് അംഗീകരിച്ചതാണ്, പരിശുദ്ധ പ്രവാചകൻ ചെയ്തിട്ടുള്ളതാണ്. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. അതിലൂടെ സ്നേഹബന്ധം കൂടുതൽ സുദൃഢമാകുകയുള്ളൂ. അന്യ പെണ്ണുമായി തനിച്ചിരിക്കാൻ പാടില്ല. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ ഓർമ്മപ്പെടുത്തിയിട്ടില്ലയോ, പഠിപ്പിച്ചിട്ടില്ലയോ? ഇയ്യാകും വൽ ജുലൂസ മഅൻ നിസാ, ഇയ്യാകും വൽ ജുലൂസ മഅൻ നിസാ, ഇയ്യാകും വൽ ജുലൂസ മഅൻ നിസാ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, സഹാബത്തെ നിങ്ങളെ സൂക്ഷിക്കണേ, അന്യ സ്ത്രീകളുമായി തനിച്ചിരിക്കുന്നതിന് സൂക്ഷിക്കണേ എന്ന് ഹബീബായ റസൂലുള്ളാഹി. എന്തേ കാരണം? അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, മാ ഖലാ റജുലുൻ ബിംറാത്തിൻ ഇല്ലാ
വദഖല ബൈനഹുമാ ശൈത്താൻ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ പ്രിയപ്പെട്ട അനുയായികളോട് ഓർമ്മപ്പെടുത്തുകയാണ്, ഒരു അന്യ പെണ്ണും പുരുഷനും ഒരുമിച്ചിരിക്കുമ്പോ അവർക്കിടയിലേക്ക് മൂന്നാമതായി കടന്നു വരുന്നത് അവരറിയാതെ പിശാചാണ് എന്ന് ഹബീബായ റസൂലുള്ളാഹി. അതുകൊണ്ടല്ലയോ കുടുംബത്തിൽപ്പെട്ടതാകുന്ന സഹോദരിമാരെ പോലും മാനഭംഗപ്പെടുത്താൻ മുസ്ലിം സമുദായത്തിലെ ചെറുപ്പക്കാരെ തയ്യാറാവുന്നത്. അവന്റെ കൂട്ടുകാർ അവൻ അയച്ചു കൊടുത്ത വാട്സാപ്പിലൂടെ ഫേസ്ബുക്കിലൂടെയുള്ള അശ്ലീലമാക്കപ്പെട്ട സിനിമാ ഗാനങ്ങൾ, സിനിമയുടെ പോസ്റ്റുകൾ അവന്റേതാകുന്ന രക്തത്തിളപ്പിലേക്ക് പോവുകയാണ്. അവന്റെ വികാര വിചാരങ്ങളെ അടിമപ്പെടുത്തുകയാണ്. സ്വന്തം കുടുംബത്തിൽപ്പെട്ട സഹോദരിമാരെ പോലും, സ്വന്തം മാതാപിതാക്കളെ പോലും, സ്വന്തം ഉമ്മയെ പോലും, പെങ്ങളെ പോലും മോശത്തരത്തിലേക്ക് കൊണ്ടുപോകാൻ ചെറുപ്പക്കാരെ ചിന്തിപ്പിക്കുന്നതും അവരെ കൊണ്ടെത്തിക്കുന്നതും അത് തന്നെയാണ്. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത്, നീ അന്യ പെണ്ണുമായി തനിച്ചിരിക്കുന്നത് സൂക്ഷിക്കണേ, സൂക്ഷിക്കണേ. വാട്സാപ്പിലൂടെയും ഫേസ്ബുക്കിലൂടെയും തന്റെ പ്രിയപ്പെട്ടതാകുന്ന പെൺകുട്ടികളുമായി ചാറ്റിംഗ് നടത്തുന്ന എത്രയെത്ര മുസ്ലിം സഹോദരങ്ങളുണ്ട്, എത്രയോ പ്രിയപ്പെട്ടതാകുന്ന മുസ്ലിം സഹോദരിമാരുണ്ട്. അവരോട് ചോദിക്കുമ്പോൾ അവർ പറയുന്നത്, ഞങ്ങൾ പരസ്പരം വിവാഹം കഴിക്കാൻ തയ്യാറെടുത്തിട്ടുള്ളവരാണെങ്കിലും പോലും അള്ളാന്റെ ശരീഅത്ത് അനുവദിക്കുന്നില്ല. വിവാഹം ഉറപ്പിച്ചിട്ടേ ഉള്ളൂ. ആ വിവാഹം ഉറപ്പിച്ച സമയത്ത് തന്നെ ഫോണ് പരസ്പരം കൈമാറിക്കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്ന കാലഘട്ടം ഇന്ന് ലോകത്ത് സുലഭമാണ്. അതിന് മാതാപിതാക്കൾ തയ്യാറാവുകയാണ്, അതിന് കുടുംബാദികൾ തയ്യാറാവുകയാണ്. നിശ്ചയത്തിന് അന്ന് തന്നെ S1 തന്റെ പ്രിയപ്പെട്ട പൊന്നുമോന് കൊടുക്കാൻ, S4 കൊടുക്കാൻ, 4S കൊടുക്കാൻ, 5S കൊടുക്കാൻ, ഐഫോണോ സാംസങ്ങിന്റെയോ ഏത് നൂതനമാകുന്നതാകുന്ന തരത്തിലേക്കുള്ള ഫോണായിക്കോട്ടെ തന്റെ പ്രിയപ്പെട്ടതാകുന്ന കുടുംബത്തിന് കൊടുക്കാൻ, അതേ വധുവരന്മാർക്കിടയിൽ നൽകാൻ കുടുംബാദികൾ തന്നെ നിർബന്ധിക്കുന്ന കാലഘട്ടമാണ്. അവസാനം വിവാഹം നടത്തുന്നതിന്റെ തലേ ദിവസം ആ ഭർത്താവ് പാവപ്പെട്ട പെണ്ണിൽ നിന്ന് അറിയേണ്ട രഹസ്യങ്ങൾ മുഴുവനും ചുരുളഴിച്ച് എടുത്തിട്ട് വിവാഹത്തിന്റെ അന്നത്തെ ദിവസം എനിക്ക് ഈ പെണ്ണിനെ വേണ്ട എന്ന് പറയുന്ന തലത്തിലേക്ക് എത്രയെത്ര കേസുകളാണ് നമ്മൾ കേൾക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ട പെങ്ങളെ, പരിശുദ്ധ ശരീഅത്ത് അംഗീകരിക്കാത്ത ഒരു ഫോൺ വിളിയും നമുക്ക് വേണ്ട, ഒരു ചാറ്റിങ്ങും നമുക്ക് വേണ്ട. അത് ഫോൺ വിളി രാത്രിയായിരുന്നാലും പകലായിരുന്നാലും ശറഅെതിരാണ്. ഹബീബായ നബി തങ്ങൾ പറഞ്ഞത് അത് തന്നെയാണ്. നിന്റെ കൂടെ പഠിക്കുന്ന പെണ്ണാണെങ്കിലും ശരി, ആ പെണ്ണിനോടൊപ്പം തനിച്ചിരിക്കരുതേ. തനിച്ചിരുന്നാൽ മൂന്നാമത് കടന്നു വരുന്നത് പിശാചാണ്. അതുകൊണ്ടല്ലേ എത്രയോ ആളുകൾ പുറത്തു പറയുന്നില്ലെന്നുള്ളൂ, വിവാഹബന്ധത്തിന് മുമ്പ് തന്നെ കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ടാവും. പിന്നെ വെറുതെ ഒരു പേരിന് വേണ്ടി വിവാഹബന്ധം. കാരണം അതിനുള്ള ഉറയും കാര്യങ്ങളും ഒക്കെ ഇവിടെ ലോകത്തുണ്ടല്ലോ. പറയുന്നത് എന്താ? മാതാപിതാക്കളൊന്ന് ശ്രദ്ധിക്കാൻ വേണ്ടിയാണ്. വിവാഹബന്ധം മാതാപിതാക്കളോട് പറയുക, ഞങ്ങൾ തമ്മിൽ കണക്ഷനാണ് കേട്ടോ എന്ന് റാഹത്തായിട്ട് നടത്തിയേക്കണെന്ന് പറയും. അപ്പായും ഉമ്മയും സമ്മതിക്കുന്നു. സത്യത്തിൽ ഇവര് തമ്മിൽ ഇതിനു മുമ്പിൽ എത്രയോ പ്രാവശ്യം ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടുണ്ടാകും. ഇത് സത്യമാണ് ഇന്ന് സമൂഹത്തിൽ നടമാടിക്കൊണ്ടിരിക്കുക. കാരണം അതിനുവേണ്ടി ഉതകുന്ന രീതിയിൽ പിശാച് അവിടെ പ്രവർത്തിക്കും. പിശാചാണ് ഇറങ്ങുന്നത്. പിശാച് എവിടെ വരെ വരും? രക്തം സഞ്ചരിക്കുന്ന പാതയിലൂടെ വരെ ആര് കടന്നു വരും? പിശാച് കടന്നു വരും. പട്ടിയുടെയും പന്നിയുടെയും കോലത്തിൽ വരെ പിശാച് വരും. ഷഫീഉനാ റസൂലുള്ളാഹി. ഏത് കോലത്തിലും വരും പിശാച്. അതുകൊണ്ട് അവന്റെ മനസ്സിന്റെ ഉള്ളിലേക്ക് അത്തരത്തിലുള്ള വൈകാരിക ചിന്ത ഇട്ടുകൊടുക്കും. അവൻ അതിലേക്ക് പോകും. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതാണ്, യക്സുറു സിനാ വയക്സുറു ഔലാദു സിനാ. വ്യഭിചാരം അധികരിക്കുമത്രേ, വ്യഭിചാരത്തിലൂടെയുള്ള സന്താനങ്ങൾ അധികരിക്കുമത്രേ. കടന്നു വരുന്നതിന് മുമ്പുള്ള അവസ്ഥയാണ് ലോകത്ത് മുഴുവനും വല്ലാത്ത അരക്ഷിതാവസ്ഥയാണ്. തീർന്നില്ല. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, മുസ്ലിമീങ്ങളുടെ കൈവെള്ളയിലിരിക്കുന്ന തുർക്കി മുസ്ലിമീങ്ങൾക്ക് നഷ്ടപ്പെടുമേ എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുസ്ലിമീങ്ങളുടെ കയ്യിലുള്ള രാജ്യമാണ് ഇപ്പോൾ ഇത് തുർക്കി. ആ തുർക്കി എന്ന രാജ്യം നഷ്ടപ്പെടും. ഇമാം മഹ്ദി റളിയല്ലാഹു അൻഹു കടന്നു വരുന്നതിന് മുമ്പ് സയ്യിദുനാ റസൂലുള്ളാഹി ലോകത്ത് നരാരിക്കുന്നതാകുന്ന ചില സംഭവങ്ങൾ അല്ലാഹുവിന്റെ റസൂൽ ഓർമ്മപ്പെടുത്താൻ
ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ആ തുർക്കി ആദ്യമായി പിടിച്ചെടുത്തത് അള്ളാഹുവിന്റെ റസൂലിന്റെ കാലഘട്ടത്തിൽ തന്നെയാണ്. നബി തങ്ങൾ സ്വഹാബത്തിനോട് ഓർമ്മപ്പെടുത്തുകയാണ്, സ്വഹാബാ, ഈ അടുത്തിടെ തന്നെ നിങ്ങൾ തുർക്കി പിടിച്ചെടുക്കുമേ, അതിൽ നിങ്ങൾ പങ്കാളികളാകണേ. വലിയ കൂലിയാണ്, വലിയ ദറജയാണ്, വലിയ കൂലിയാണ്, നിങ്ങൾ അതിൽ പങ്കെടുക്കണം. സയ്യിദുനാ റസൂലുള്ളാഹി അബൂ അയ്യൂബ് അൻസാരി റളിയല്ലാഹു അൻഹു പറയുന്നു, ഞാനും അടക്കം ഒരുപാട് സ്വഹാബത്ത് പോയി ആ തുർക്കി പിടിച്ചെടുത്തു. തുർക്കി പിടിച്ചെടുക്കാന്ന് പറയുന്നത് ഇസ്ലാമികമാകുന്ന സംസ്കാരങ്ങളും ഇസ്ലാമികമാകുന്ന ആശയ ആദർശങ്ങളും ഉൾക്കൊള്ളാൻ പറ്റുന്ന രീതിയിലേക്ക് ആ രാജ്യത്തെ കൊണ്ടുവരിക, അതാണ് പിടിച്ചെടുക്കുക എന്ന് പറഞ്ഞ ആശയം. അങ്ങനെ കൊണ്ടുവന്നു ശേഷം തുർക്കി പോയി. രണ്ടാമത് ഇപ്പോൾ വീണ്ടും തിരിച്ചെടുത്തിരിക്കുകയാണ്. ഇപ്പോൾ വീണ്ടും ഇസ്ലാമിക മുസ്ലിമീങ്ങളുടെ കൈവെള്ളയിലേക്ക് വന്നിരിക്കുകയാണ്. ഈ തുർക്കി നഷ്ടപ്പെട്ടു പോകും. ആര് പറയുന്നു? സയ്യിദുനാ റസൂലുള്ളാഹി. അപ്പൊ ഇതൊക്കെ കഴിഞ്ഞിട്ട് എന്തുണ്ടാവുള്ളൂ? ലോകാവസാനം ഉണ്ടാവുള്ളൂ. നിങ്ങൾ പത്രം നോക്കി വരുന്നോളി, എപ്പോഴാണ് തുർക്കി യുദ്ധം വരുന്നതെന്ന് നോക്കി. ഇതൊക്കെ സംഭവിക്കാനിരിക്കാൻ തുർക്കി എന്ന രാജ്യം നഷ്ടപ്പെട്ടു പോകും മുസ്ലിമിന്റെ കയ്യിൽ നിന്നെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതൊക്കെ നടക്കാനിരിക്കാൻ മാത്രമല്ല അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ലോകത്തുള്ള സർവർക്കും സാമ്പത്തികമാകുന്ന നാശനഷ്ടങ്ങൾ കടന്നു വരുമേ. എത്രത്തോളം അങ്ങനെ നാശനഷ്ടങ്ങൾ കടന്നു വരുന്നതിനെ കുറിച്ച് അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ലാ തദഉ അഹദൻ മിൻ ഹാദിൽ ഉമ്മ ഇല്ലാ ലതമതുഹു. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ലാ തദഉ അഹദൻ മിൻ ഹാദിൽ ഉമ്മ, ഈ സമുദായത്തിൽ നിന്ന് ഒരാളെ പോലും ആ വിഷമവും പ്രയാസവും ദുഃഖവും അഥവാ സാമ്പത്തികപരമാകുന്ന ബുദ്ധിമുട്ടും ശാരീരികപരമാകുന്ന ബുദ്ധിമുട്ടും ഇമാം മഹ്ദി കടന്നു വരുന്നതിന് മുമ്പ് ഒരാളെ പോലും സ്പർശിക്കാതിരിക്കുകയില്ല. ഇല്ലാ ലതമതുഹു. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ റസൂലിന്റെ അധ്യാപനം. ലതമ എന്ന പദത്തിന്റെ അർത്ഥം മുഖത്തടിക്കുക എന്നാണ്. ഇല്ലാ ലതമതുഹു, മുഖത്തടിച്ചിട്ടല്ലാതെയല്ല സയ്യിദുനാ റസൂലുള്ളാഹി എന്ന് പറഞ്ഞാൽ എല്ലാ മുസ്ലിമീങ്ങൾക്കും അത് വരും. മുസ്ലിമാണോ അവനെല്ലാം വരും. അഥവാ അംഗത്വം പോലും കൃത്യത വരുത്തുന്ന സമയമാണത്. മുസ്ലിമാണോ അല്ലേ എന്നുള്ളത് അപ്പോഴാണ് തിരിച്ചറിയാൻ. ഈ വിഷമവും ദുഃഖവും അവന് വന്നിരിക്കും. സയ്യിദുനാ റസൂലുള്ളാഹി വിഷമവും ദുഃഖവും വന്നാൽ അവൻ മനസ്സിലായിക്കോട്ടെ, നീ ആരാണ്? മൂമിനാണ്. കാരണം അള്ളാഹു നിന്നെ മൂമിനായി തെരഞ്ഞെടുത്തുകൊണ്ടാണ് ഈ ബുദ്ധിമുട്ട് നിനക്ക് വന്നിട്ടുള്ളത്. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, തീർന്നില്ല. അങ്ങനെ ബുദ്ധിമുട്ടുണ്ടാകുന്ന സന്ദർഭത്തിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഒന്ന് മാത്രമാണ്. അതാണ് നമ്മൾ പഠിക്കേണ്ടത്. ഈ സമയത്ത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന സന്ദർഭത്തിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഒന്നാണ്. സയ്യിദുനാ റസൂലുള്ളാഹി അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. ആ ഒരു കാര്യം നിങ്ങൾ ചെയ്താൽ ഈ പ്രശ്നങ്ങളിൽ നിന്നൊക്കെ നിങ്ങൾ രക്ഷപ്പെടും. അത് ഞാൻ തുടങ്ങി വെച്ചിട്ടുണ്ടത്. ഏതാണത്? നമസ്കാരം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ലാ യൻജു മിൻഹാ ഇല്ലാ മൻ ദഅ كدعاء الغريق في البحر. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, വെളുത്ത മണലിലുള്ള പ്രിയപ്പെട്ട സഹോദരി, ഇവിടെ ഒരുമിച്ച് കൂടിയതാകുന്ന സഹോദരങ്ങളെ, ലോകാവസാന സന്ദർഭത്തിൽ സാമ്പത്തികമാകുന്ന ശാരീരികപരമായ മാനസികപരമാകുന്ന പിരിമുറുക്കങ്ങൾ പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോ അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരേ ഒരു കവചം അല്ലാഹുവിന്റെ റസൂല് ഈമാനുള്ളവർക്ക് പഠിപ്പിക്കുകയാണ്. അത് വിശ്വാസമുള്ളവർക്കേ കാര്യമുള്ളൂ. ലാ യൻജു മിൻഹാ, ഈ പ്രശ്നത്തിൽ നിന്ന് രക്ഷപ്പെടുകയില്ല. ഇല്ലാ മൻ ദഅ കദുആഇൽ ഗരീഖി ഫിൽ ബഹരി, സമുദ്രത്തിൽ മുങ്ങിത്താഴുന്ന മനുഷ്യൻ കരയിൽ നിൽക്കുന്നവരോട് എന്നെയൊന്ന് രക്ഷിക്കണേ എന്ന് നിലവിളിച്ചുകൊണ്ട് യാചിക്കുന്നത് പോലെ അവൻ രക്ഷിക്കാൻ വേണ്ടി അള്ളാഹുവിനോട്, അള്ളാഹുവേ പടച്ചറപ്പേ, ഞാനിതാ കടക്കണിയിൽ അകപ്പെട്ടു, ഞാനിതാ പ്രശ്നത്തിൽ കുടുങ്ങിയിരിക്കുകയാണ്, ഞാനിതാ പ്രയാസത്തിൽ അകപ്പെട്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് അള്ളാഹുവിലേക്ക് ദുആ ചെയ്യാതെ പ്രാർത്ഥിക്കാതെ ലാ യൻജൂ മിൻഹാ, ഈ പ്രശ്നങ്ങളിൽ നിന്ന് ഒരാളും രക്ഷപ്പെടുകയില്ല എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം
ഒരൊറ്റ മാർഗ്ഗമുള്ളൂ. എന്ത് വേണം? ദുആ വേണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. അത് മാത്രമേ രക്ഷയുള്ളൂ. ഇതുകൊണ്ട് തന്നെയാണ് നബിതങ്ങളെ കാലക്കൂട്ട പറഞ്ഞത്. എന്ത്? സിലാഹുൽ മുഅ്മിനീൻ. മുഅ്മിനിന്റെ ആയുധം എന്ന് പറയുന്നത് വാളല്ല. മുഅ്മിനിന്റെ ആയുധം എന്ന് പറയുന്നത് പരിചയമല്ല. മുഅ്മിനിന്റെ ആയുധം അദ്ദുആ, പ്രാർത്ഥനയാണ്. പ്രാർത്ഥനയാണ് എന്ന് ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ആരോട് പ്രാർത്ഥിക്കണം? അല്ലാഹുവിനോട് ദുആ ചെയ്യണം. ആര് ദുആ ചെയ്യുന്നു? 27 രാവിലെ കണ്ട് ദുആ ഇരുന്നപ്പോൾ ഉസ്താദിന്റെ കൂടെ ചെറുതായിട്ടൊന്ന് കരഞ്ഞല്ലാതെ നമ്മൾ ഇന്ന് വരെ റബ്ബിനോട് ശരിക്കൊന്ന് ചോദിച്ചിട്ടുണ്ടോ? സത്യം പറയും. ഒന്ന് ഓരോരുത്തരും അവനവനെ കുറിച്ചൊന്ന് ചിന്തിക്കും. നമ്മൾ അള്ളാഹുവിലേക്ക് നമ്മുടെ കാര്യം പറഞ്ഞ് എപ്പോഴാണ് ഒന്ന് കൈ നീട്ടിയിട്ടുള്ളത്? പ്രശ്നങ്ങൾ വരുമ്പോഴും ഓടി നമ്മൾ ഉസ്താദിന്റെ അടുത്തോട്ടില്ലും, പ്രശ്നങ്ങൾ വരുമ്പോഴും ഉമ്മ അടുത്തോട്ടില്ലും, പാപ്പ അടുത്തോട്ടില്ലും, ഉസ്താദുമാരുടെ അടുക്കൽ ചെല്ലും. ഇല്ലെങ്കിൽ വെട്ടി നിലവിളിക്കും. ദുആ ചെയ്യൂല, 2 റക്അത്ത് നിസ്കരിക്കൂല, ഇബാദത്തിലേക്ക് തിരിയൂല, അള്ളാഹുവിലേക്ക് കാര്യങ്ങൾ പറയൂല. ഇവിടെയല്ലേ മുസ്ലിമിന് തകർച്ചയുണ്ടായത്? പരിശുദ്ധമായ ഖുർആൻ ഓതിക്കൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞില്ലയോ, വഅനീബൂ ഇലാ റബ്ബിക്കും വഅസ്ലിമൂ ലഹു മിൻ ഖബ്ലി അൻ യഅതിയകുമുൽ അദാബ് ثم لا تنصرون ثم لا تنصرون ثم لا تنصرون. ഈ ദുനിയാവിൽ വിഷമങ്ങൾ വരുമ്പോ, ഈ ദുനിയാവിൽ പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോ, ഈ ദുനിയാവിലെ കച്ചവടങ്ങൾ തകർന്നു പോകുമ്പോ, ഈ ദുനിയാവിലെ കച്ചവടം ചെയ്യാനുള്ളതാകുന്ന സാഹചര്യങ്ങൾ ഇല്ലാതായി പോകുമ്പോ, ഇരുട്ടിന്റെ മറവിൽ ഇരുട്ടിന്റെ ശക്തികൾ വന്നുകൊണ്ട് കച്ചവട സ്ഥാപനങ്ങളെ തച്ച് തകർക്കുമ്പോ, ഇല്ലാതാക്കുമ്പോ, കുടുംബാദികളെ നിഷ്ഠൂരം കൊല ചെയ്യപ്പെടുമ്പോ, അയൽവാസികളെയും ബന്ധുമിത്രാദികളെയും സഹോദരങ്ങളെയും സുഹൃത്തുക്കളെയും നിന്നോട് ബന്ധപ്പെട്ട സർവരെയും ഇല്ലാതാക്കുമ്പോ നിനക്ക് ഒരേ ഒരാളെ ഉള്ളൂ. അത് അല്ലാഹു. അല്ലാഹു 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 മുഹയ്യദ്ദീൻ അബ്ദുൽ ഖാദിർ അൽ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനുഭാവന്റെ റാത്തീബ് പാരായണം ചെയ്തവരല്ലയോ? ആ റാത്തീബിലേക്ക് മഹാനുഭാവൻ അവസാനമായി കൊണ്ടുവരുന്നതും അല്ലാഹ് എന്ന മഹത്തായ കലിമയല്ലയോ? അല്ലാഹു അല്ലാഹു അല്ലാഹ്. ആ പടച്ച റബ്ബിലേക്ക് തിരിയലല്ലാതെ രക്ഷയില്ല, രക്ഷയില്ല. 5 വഖത്ത് നമസ്കരിച്ചുകൊണ്ട് ദുആ ചെയ്യേ മുഅ്മിനേ. ദുആഉ ദുബരി കുല്ലി സ്വലാത്തി മുസ്തജാബ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞില്ലയോ, 5 വഖത്ത് നമസ്കാരങ്ങൾക്ക് ശേഷമുള്ള ഉടനെയുള്ള പ്രാർത്ഥന ഇജാബത്താണ്, ഇജാബത്താണ് എന്ന് ഹബീബായ റസൂലുള്ളാഹി. സാത്വികരാകുന്ന ഉലമാക്കള്, സയ്യിദന്മാര് നമുക്ക് വേണ്ടി നമസ്കാരങ്ങൾ കഴിഞ്ഞ് പ്രാർത്ഥിക്കുമ്പോ, മുഅ്മിനേ, മുഅ്മിനത്തെ, എന്റെ പ്രിയപ്പെട്ട സഹോദര, എവിടെയാണ് നീ ശ്രദ്ധ ചെലുത്തുന്നത്? എവിടെയാണ് നീ ശ്രദ്ധിക്കുന്നത്? ആമീൻ പറയാൻ നമുക്ക് സമയമില്ല. ഒറ്റയ്ക്ക് ദുആ ചെയ്യാൻ പോലും നമ്മൾ തയ്യാറല്ല. ലാ യൻജൂ മിൻഹാ ഇല്ലാ മദാ കദുആഇൽ ഗരീഖ് ഫിൽ ബഹരി. സമുദ്രത്തിന്റെ ആഴിയിലേക്ക് ആപതിക്കുന്ന മനുഷ്യൻ അവന് കരയിൽ നിൽക്കുന്നവരോട് ഇഖ്ലാസോടുകൂടി നിഷ്കളങ്കതയോടുകൂടിയേ വിളിക്കുകയുള്ളൂ. കാരണം മുങ്ങി താഴുകയാണ്, നീന്തൽ അറിയാത്തവനാണ്, എന്നെ ഒന്ന് രക്ഷിക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് അവൻ നിലവിളിക്കുന്നത് പോലെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഇഖ്ലാസോടുകൂടി വിളിക്കലല്ലാതെ ലാ യൻജൂ മിൻഹാ, ഈ മുസ്ലിമീങ്ങൾ പ്രശ്നത്തിൽ നിന്ന് രക്ഷപ്പെടുകയില്ല എന്ന് ഹബീബായ റസൂലുള്ളാഹി. രക്ഷാകവചം 1 ഏതാണ്? ദുആ. അല്ലാഹു തൗഫീഖ് തരട്ടെ. അതിനെന്ത് വേണം? അതിനെ ദുആ സ്വീകരിക്കണമെങ്കിൽ ആദ്യം വേണം, അതിന് കുറെ കടമ്പകളുണ്ട്. അതാണ് പറഞ്ഞത് 5 വഖത്ത് നമസ്കാരം. മഗ്രിബിന് തൊട്ട് മുമ്പ് ദുആ ചെയ്യുക ഇജാബത്തുള്ളതാണ്. അല്ലാഹു തൗഫീഖ് തരട്ടെ, അല്ലാഹു തൗഫീഖ് തരട്ടെ. അതിന് തൊട്ട് മുമ്പ് ഒരു വശംസിയും കൂടെ ഓതിയാൽ വളരെ ബെറ്ററായി. സാമർത്ഥ്യലബ്ധിക്കെന്ത് വേണം സാഹിബി, വശംസിയോദിക്കോ ഖുബൈലൽ മഗ്രിബി. ബഹുമാനപ്പെട്ട ശൈഖുന തഅ്വ ഉസ്താദ്, അല്ലാഹുവിന്റെ ദറജ ഉയർത്തുമാറാവട്ടെ. അവരുടെ മദദ് ഈ സദസ്സിലേക്ക് അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ. എന്താ പറഞ്ഞത്? മഗ്രിബിന് തൊട്ട് മുമ്പ്, ബാങ്ക് വിളിക്കുന്നതിന് മുമ്പ് എന്ത് സൂറത്ത് ഓതാൻ? വശംസി ഓതുക.
بسم الله الرحمن الرحيم والشمس وضحاها والقمر إذا تلاها والنهار إذا جلاها والليل إذا يغشاها والسماء وما بناها والأرض وما طحاها ونفس وما سواها فألهمها فجورها وتقواها قد أفلح من زكاها وقد خاب من دساها كذبت ثمود بطغواها. ഈ സൂറത്ത് അങ്ങോട്ട് പരിപൂർണമായി ഓതുക. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഈ സൂറത്ത് അങ്ങോട്ട് പരിപൂർണമായി ഒരു വ്യക്തി മഗ്‌രിബിന് തൊട്ടു മുമ്പ് ഓതിയാൽ സാമർത്ഥ്യം. ഇപ്പൊ കുട്ടികൾക്കൊക്കെ സാമർത്ഥ്യം ഇല്ല. എന്തിന് സാമർത്ഥ്യം ഇല്ല? ദീനിന്റെ വിഷയത്തിലുള്ള സാമർത്ഥ്യമാണ് കേട്ടോ ഇത്. അല്ലാഹു തൗഫീഖ് തരട്ടെ. മറ്റുള്ളതിനൊക്കെ ഉണ്ട്. ജിമിക്കി കമ്മൽ 10 പേരെ മുന്നിൽ കളിക്കാൻ പറഞ്ഞ വേണം ഇപ്പൊ കയറി കളിക്കും സ്റ്റേജില് താന്തരികളതോ. അത് നമ്മുടെ മക്കൾ റെഡിയാണ്. ഇപ്പൊ വിളിച്ചാൽ മതി. ആ മറയുടെ അപ്പുറത്ത് വിളിച്ചാൽ മോളെയും പോവാ ഒരു പാട്ട് പാടുന്നു കളിക്കാൻ പറഞ്ഞ ഇവിടെ കടന്ന് തുള്ളി മറിയും. ഫാത്തിഹ ഓതാൻ പറഞ്ഞ നേരെ നമ്മളില്ല. ഇതാണ് നമ്മുടെ മക്കൾ. അല്ലാഹു കാക്കട്ടെ. കാരണം എന്താ? വാപ്പത പഠിപ്പിച്ചിരിക്കുന്നത് ജനങ്ങളുടെ മുന്നിൽ, സമൂഹത്തിന്റെ മുന്നിൽ തന്റെ പ്രിയപ്പെട്ട മക്കള് തന്റെ ഇടമുള്ളവളാണ്, വിവേകമുള്ളവനാണ്, ഇൽമുള്ളവനാണ് എന്ന് വരുത്തി തീർക്കാൻ ഇന്നത്തെ കാലഘട്ടത്തിലെ ആധുനിക മാതാപിതാക്കൾ പഠിപ്പിച്ചു കൊടുത്തതാണ്. അവര് ലോകത്തിന് കാഴ്ചവെച്ചതാ. സിനിമാ പാട്ട് പാടുകയാണെങ്കിൽ ലോകത്ത് നമ്പർ 1. ദീന് പറയുമ്പോ ഖുർആൻ ഓതുക, ദിക്ർ ചെല്ലുക, ലാ ഇലാഹ ഇല്ലല്ലാഹ് 10 സ്വലാത്ത് ചൊല്ലി കേൾപ്പിക്കുക, അതൊക്കെ എന്ന് പറയുന്നത് നമ്പർ 2 പുറകോട്ട് പോവാണ്. മറ്റുള്ളതിന് മുൻഗണന നമ്മൾ തന്നെ കൊടുത്തു. കൊച്ചുകുട്ടികൾ ജനിച്ചു വരുമ്പോഴേ സിനിമാ പാട്ട് കേൾപ്പിച്ചു കൊടുക്കാൻ. പാട്ട് കേൾപ്പിച്ചെങ്കിൽ കുട്ടികൾ ആഹാരം കഴിക്കുള്ളൂ. ഈ ഒരു കൊലത്തിലേക്ക് മാതാപിതാക്കൾ തന്നെ തർത്തീബ് ചെയ്തു പോരാ. അതുകൊണ്ട് തന്നെ വാപ്പാടെ ഉമ്മാടെയും ടച്ച് സ്ക്രീൻ കൊച്ചിന്റെ കുട്ടികളുടെ കയ്യിലായപ്പോഴും ശരിയല്ലേ? അള്ളാഹു നമ്മുടെ മക്കളെ സ്വാലിഹ്യം ഉൾപ്പെടുത്തുമാറാവട്ടെ. നമ്മുടെ തർബിയത്ത് പോലെ ഇരിക്കും. കഴിഞ്ഞ ദിവസങ്ങൾ കേട്ടില്ലേ? താരാട്ട് പാടിക്കൊണ്ടിരിക്കുന്നതാകുന്ന പ്രിയപ്പെട്ട ഉമ്മ തന്റെ പ്രിയപ്പെട്ടതാകുന്ന പൊന്നുമോൾക്ക് കൊടുക്കുന്ന താരാട്ട് പാട്ട് ജിമിക്കി കമ്മലിന്റെ പാട്ടാണ്. ആദ്യം പാടിക്കൊടുക്കും. എൻ്റെ അമ്മയുടെ ജിമിക്കി കമ്മൽ 2 വരി അങ്ങോട്ട് പാടിക്കൊടുക്കുമ്പോ കുഞ്ഞ് അതനുസരിച്ച് റാഹത്തായിട്ട് കിടന്ന് തുള്ളി ഉറങ്ങാൻ പോവാൻ. ഇത് ഉമ്മ 2 വരി നിർത്തിയതിനു ശേഷം ഉസ്താദ് കേട്ടില്ല. അത് കേട്ടില്ലേ? എല്ലാരും കണ്ട സംഭവം. ഈ കാണാത്തവരുണ്ടെങ്കിൽ ഉസ്താദ് കാണിച്ചു തരും. അതിനാണ് ഈ ഉസ്താദിനെ ഒരാളെ സാക്ഷിയാക്കി. അല്ലേ? കളഞ്ഞോ? അത് വീഡിയോ കളഞ്ഞത് ആരും വരല്ലേ എന്ന്. അതാണ് മൂപ്പര് പറഞ്ഞത്. ജിമിക്കി കമ്മലിന്റെ പാട്ട് കെട്ടുകൊടുക്കണം. ഒന്ന് ചിന്തിച്ചു നോക്ക്. താരാട്ട് പാടുകയാണ് കുട്ടി കിടന്നുകൊണ്ട് കുലുങ്ങി നല്ല റാഹത്തായിട്ട് ഉറങ്ങം കൊണ്ട് വരുമ്പോ ഉമ്മ ഉടനെ നിർത്തും. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ് അങ്ങോട്ട് ചൊല്ലി കൊടുക്കുമ്പോ കുട്ടി ഇത് വേണ്ട, ഏത് മതി? ഉമ്മ ചോദിക്കാണ് എന്ത് പറ്റി എന്ന് പറഞ്ഞാൽ മറ്റേത് മതി. സംസാരിക്കാൻ ശേഷി ആയിട്ടില്ല. 1 വയസ്സ് 1.5 വയസ്സേ ഉള്ളൂ കുട്ടിക്കുള്ളൂ. തൊട്ടിലിൽ കിടക്കാൻ. ലൈവ് വീഡിയോ ആരാ പിടിച്ചിരിക്കുന്നത്? ഫേസ്ബുക്കിൽ ലൈവ് ചെയ്യാണ്. ആര്? ഉമ്മ തന്നെ. കാരണം എന്റെ മക്കൾക്ക് വിവരം ഉണ്ടെന്ന് അറിയിച്ചു വരിക ലോകത്തിന് മുഴുവൻ. എന്റെ മോക്ക് ജിമിക്കി കമ്മൽ മതി. അത് കഴിഞ്ഞപ്പോൾ ഉമ്മ 2 വരി ഏത് പാടിക്കൊടുക്കും? ജിമിക്കി കമ്മൽ പാടിക്കൊടുക്കും. ഉടനെ കുട്ടി നല്ല റാഹത്തായിട്ട് ഇങ്ങനെ വരത്തോട്ട് ഇങ്ങനെ ഉറങ്ങാൻ പോവാണ്. അപ്പൊ ഉമ്മ നിർത്തിയിട്ട് വേറെ അടുത്ത പാട്ട് പാടും. വേറെ പാട്ട് പാടും. ആ പാട്ട് പാടി കഴിയുമ്പോഴത്തേക്ക് ഉടനെ കുട്ടി എന്നാണ് വീണ്ടും ഉടനെ എഴുന്നേറ്റ് താത്താന്ന് അങ്ങോട്ട് വിളിക്കുന്നുണ്ട്. താത്താന്നോ മാമാന്നോ അങ്ങോട്ട് വിളിക്കുകയാണ്. കുട്ടി വിളിച്ചിട്ട് പറയും ഇത് പാട്ട് വേണ്ട, എനിക്ക് അടുത്ത മറ്റേ മതി. ഉടനെ കുട്ടി ചോദിക്കും, തള്ള തന്നെ ചോദിക്കും ഏത് ജിമിക്കി കമ്മൽ മതിയോ? ഉടനെ തള്ള ഇത് പാടിക്കൊടുക്കും. കുട്ടി ശാന്തമായി വീണ്ടും ഉറക്കത്തിൽ. സിനിമാ പാട്ടാണ് സാർ ഈ അടുത്ത് ഇറങ്ങിയ റിലീസ് പാട്ട്. സാർ എന്തിക്കുമായിരിക്കും ഏത് പാട്ടായി പറയുന്നത്? അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ഈ ലോകത്തിന്റെ അവസ്ഥ എവിടേക്കാണ്? ചിന്തിച്ചു നോക്ക്. ഈ ലോകത്തിന്റെ അവസ്ഥ എവിടെയാണ്? ഒന്ന് ചിന്തിച്ചു നോക്ക്. കാരണം അവർക്കൊക്കെ ഇവര് പുതിയ യുഗത്തിലല്ലല്ലോ. ഇവർ ഈ കാലഘട്ടത്തിൽ സത്യത്തിൽ പഴയ ആളുകളാണ്. പക്ഷെ അള്ളാഹുവിന്റെ ഔലിയാക്കളുടെ മർത്തബയിലേക്ക് എത്തിയവരാണ്. ലോകം തിരിച്ചറിയാത്തവരാണ്. അള്ളാഹുവിനെ സാന്നിധ്യം ഉൾപ്പെടുത്തുമാറാവട്ടെ. അള്ളാഹു നിലനിർത്തി തരുമാറാവട്ടെ. അവർക്ക് ഈ തലമുറയിലെ പാട്ടും കാര്യങ്ങളൊന്നും അറിയില്ല. അവരെന്താണെന്ന് ഇങ്ങനെ അന്താളിച്ചിരിക്കുകയാണ്. നമ്മുടെ ഇന്നത്തെ കാലഘട്ടത്തിലുള്ള എല്ലാവർക്കും അറിയാം. കാരണം എവിടെ ചെന്നാലും കേൾക്കുന്നത്. ഞാൻ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ ഈ കഴിഞ്ഞ ദിവസം യാത്ര ചെയ്തപ്പോഴത്തേക്കും ട്രെയിനിൽ വല്ലാത്ത ശബ്ദത്തിൽ മുസ്ലിം പെൺകുട്ടി, തലയിൽ തട്ടമിട്ട പെൺകുട്ടി, AC കോച്ചിൽ പോലും യാതൊരുവിധ മടിയില്ലാതെ, ഉളുപ്പില്ലാതെ, നാണമില്ലാതെ
സിനിമാ പാട്ട് ഒച്ചത്തിൽ വെക്കുക. സാധാരണ ഇത് ചെറുപ്പക്കാർ തലതെറിച്ച പിള്ളേരാണ് ഇങ്ങനെ ട്രെയിനിൽ കയറിയ പാട്ടും വെച്ചിരിക്കുക. ഞാൻ അങ്ങനെയാണ് മനസ്സിലാക്കുന്നത്. അവരോടുള്ള എന്റെ കൺസെപ്റ്റ് അതാണ്. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. കാരണം ദീനൊട്ടും തൊട്ടും തീണ്ടിയിട്ടില്ലാതെ ആളുകൾ ചെയ്യുന്ന പ്രവർത്തനമാണത്. മറ്റുള്ളവരെ പോലും അവരുടെ കാര്യങ്ങളുടെ, അവരുടെ സംസാരത്തെ, അവരുടെ ഫോൺ വിളികളെയും അവരുടെ ചിന്തകളെയും തട്ടി ഉണർത്തുന്ന, അല്ലെങ്കിൽ അവരെ മുഴുവനും ഇൻസൾട്ട് ചെയ്യുന്ന രീതിയിലേക്ക് ഒരു കമ്പാർട്ട്മെന്റിൽ കയറി സിനിമാ പാട്ട് വെച്ച് ഇവനെ ഹെഡ്സെറ്റ് വെച്ച് സ്വന്തമായിട്ട് കേട്ടാൽ പോരെ, ബാക്കിയുള്ളവരെ കൂടി ബാത്തിലാക്കുക, അവരുടെ അമല് കൂടി ഇല്ലാതാക്കുക. അങ്ങനെ ഒരു പെണ്ണ്, മുസ്ലിം തട്ടമിട്ട മുസ്ലിം സഹോദരി, തലയിൽ തട്ടമിട്ട ഒരു പെണ്ണ് ഒരു മടിയുമില്ലാതിരുന്ന പാട്ട് കേൾക്കുന്ന ഒരു കാലഘട്ടം ഈ സമൂഹം എത്തിച്ചേർന്നു എന്നുള്ളതാണ് ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടതാണ്. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. അപ്പൊ അതുകൊണ്ട് നമ്മളിങ്ങനെ പാട്ടുകൾ ഇങ്ങനെ പലതും കേൾക്കും, പല യാത്രകളിലും. കാരണം എല്ലാണെങ്കിലും ലൗഡ് സ്പീക്കറിൽ ഇങ്ങനെ ഇട്ടിരിക്കുകയാണ്, ലോകം മുഴുവൻ കേൾക്കാം, എവിടെ ചെന്നാലും ഉണ്ട്, ഏത് കല്യാണ സദസ്സിലും ഉണ്ട്. ഉസ്താദുമാര് വന്ന് നിക്കാഹ് നടത്തി. അല്ലാഹുവേ ഈ നിക്കാഹിൽ നിന്ന് ബറക്കത്ത് നൽകണേ അല്ലാഹ്, ഐശ്വര്യം കൊടുക്കണേ, ബറക്കത്ത് നൽകണേ. ഈ വധൂവരന്മാർക്കിടയിൽ നീ നല്ല ബറക്കത്ത് നൽകണേ, ഐക്യം നൽകണേ, ഇവർക്കിടയിൽ സ്നേഹബന്ധം നിലനിർത്തണേ, ഇവർക്ക് സാലിഹീങ്ങളാകുന്ന മക്കളെ നൽകണേ അല്ലാഹ് എന്ന് ദുആ ചെയ്ത് ഒരു 5 മിനിറ്റ് കഴിഞ്ഞുകൊണ്ട് ഭക്ഷണം കഴിച്ചിട്ട് ഉസ്താദ് അതേ സദസ്സിലൂടെ വരുമ്പോ ഇതേ സദസ്സിൽ വെച്ചുകൊണ്ട് തന്നെ 5 മിനിറ്റ് മുമ്പ് ഏതൊരു പെണ്ണിന് വേണ്ടിയാണോ, ഏതൊരു സഹോദരന് വേണ്ടിയാണോ ഇവർക്ക് സാലിഹീങ്ങളാകുന്ന